ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മഞ്ഞപ്പിത്ത ബാധയുടെ ഉറവിടം സ്കൂളിൽ തന്നെയാണ് എന്നാണ് വിവരം. സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. മഞ്ഞപ്പിത്തം ബാധിച്ച് 24 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും രോഗപരിശോധന നടത്താനാണ് തീരുമാനം. ഇപ്പോൾ സംശയിക്കപ്പെടുന്ന രോഗത്തിൻ്റെ ഉറവിടം വ്യക്തമല്ല. അതുപോലെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട് പുറത്തെ കടകളിൽ നിന്നൊക്കെ. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ഇതിൻ്റെ ഉറവിടം ഏത് എന്ന് വ്യക്തമാവുകയുള്ളൂ. അഞ്ചൽ ഇടമുളയ്ക്കൽ ഗവൺമെന്റ് ജവഹർ ഹൈസ്കൂളിലെ മഞ്ഞപ്പിത്ത ബാധയ്ക്കു കാരണം സ്കൂളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കിണറു തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. പബ്ലിക് ഹെൽത്ത് ലാബിലെ റിപ്പോർട്ടും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതോടെ സ്കൂൾ അധികൃതർ നിരത്തിയ വാദങ്ങൾ അത്രയും പൊളിഞ്ഞു വീഴുകയാണ്. സ്കൂളിലെ കുടിവെള്ളത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നെങ്കിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിൽ രോഗവ്യാപനത്തിനുള്ള സാഹചര്യം സ്കൂളിൽ തന്നെയെന്ന് ബോധ്യപ്പെട്ടിരുന്നു. ഇതോടെയാണ് ജലസാമ്പിൾ പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഫലമെത്തുമ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമാണെന്നും വെള്ളം ഉപയോഗയോഗ്യമല്ലെന്നും വ്യക്തമായി. റിപ്പോർട്ടിൽ വെള്ളം തൃപ്തികരമല്ല, പക്ഷേ നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സ്കൂളും സഹകരിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. കിണറിനോട് ചേർന്നാണ് ഇവിടുത്തെ ശൗചാലയം. കക്കൂസ് മാലിന്യം കിണറ്റിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യവും. അതിനാൽ കാര്യമായ പരിശോധന വേണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യം പോലും PTA അടക്കമുള്ള സ്കൂൾ അധികൃതർ തള്ളുകയായിരുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട രക്ഷിതാക്കളെ അവഗണിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതായും പരാതിയുണ്ട്. രോഗവ്യാപനത്തിൽ കടുത്ത ആശങ്കയിലാണ് രക്ഷിതാക്കൾ. പുറത്തുനിന്നാണ് രോഗം പടർന്നതെന്ന് സ്കൂൾ അധികൃതർ ആരോപണമുയർത്തി സ്കൂളിൻ്റെ വീഴ്ച മറച്ചുവെച്ചത് എന്തിനെന്നും രക്ഷിതാക്കൾ ചോദിക്കുന്നു. നേരത്തെ അവർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഈ കിണറ്റിലല്ല, സ്കൂളിലേ അല്ല, ഇത് പുറത്ത് പോയി പിള്ളേർ സിപ്പപ്പ് കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെന്തോ ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ദയവായിട്ട് തന്നെ അതിന് വെളിപ്പെടുത്തി കൊണ്ടുവന്നു. കിണറിനോട് ചേർന്നുള്ള ശൗചാലയങ്ങളുടെ കുഴലുകളടക്കം പഴകി ദ്രവിച്ചതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവയൊക്കെ മാറ്റി സ്ഥാപിച്ചു. തിങ്കളാഴ്ച സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമായി രോഗപരിശോധന നടത്താനാണ് തീരുമാനം. കേസുണ്ട്. ഇപ്പം നമുക്ക് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളതുകൊണ്ട് കേസ് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ DMO ടീമിനെ അറിയിച്ചിട്ടുണ്ട്. DMO എന്നൊരു സ്പെഷ്യൽ ടീമിനെ ഇതിനു വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. DPMനെ അറിയിച്ചു. അവരൊരു സ്പെഷ്യൽ ടീം കോർഡിനേറ്റ് ചെയ്ത് എപ്പിഡമിയോളജിസ്റ്റും ബാക്കി എല്ലാവരും കൂടെ ടീം കോർഡിനേറ്റ് ചെയ്ത് നാളെ തൊട്ട് ഇവിടെ സ്പെഷ്യൽ പ്രവർത്തനങ്ങൾ കൂടെ DMO ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 സ്കൂളിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത്. തുടർന്ന് പൂട്ടിയ സ്കൂൾ ഓണാവധിക്ക് ശേഷം ഇനിയും തുറക്കാനായിട്ടില്ല. ഇവിടെ നഷ്ടപ്പെടുന്നത് കുട്ടികളുടെ അധ്യയനം കൂടിയാണ്. വൃത്തിയുടെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയത്തിൽ നിന്ന് തന്നെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പടരുന്ന രോഗം കുട്ടികളിൽ വ്യാപിച്ചിരിക്കുന്നു. ഭയം വേണ്ടെന്ന ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും ജാഗ്രത വേണമെന്നുകൂടി കൂട്ടിച്ചേർക്കും. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.